ധാരാളം പ്രധാനപ്പെട്ട മാസങ്ങളുണ്ട്. ഹജ്ജ് മാസത്തിന് വളരെ പ്രധാനമുണ്ട്. മുഹറം മാസത്തിന് വളരെ പ്രധാനങ്ങളുണ്ട്. മുഹറം മാസത്തിലാണ് ആദ്യമായി മഴ പെയ്തത്. മുഹറം മാസത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തത് മുഹറം മാസത്തിലാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മീൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറത്തിലാണ്. സ്വർഗത്തിനെ പടച്ചത് മുഹറത്തിലാണ്. ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. എന്നിട്ടും ആ മുഹറത്തിൻ്റെ രണ്ട് മുമ്പിലുള്ള ദുൽഖഅദിലും ദുൽഹജ്ജിലും ബറക്കത്ത് നൽകി മുഹറത്തിലേക്ക് എത്തണമേ എന്ന് ദുആ ചെയ്തിട്ടില്ല. അതുപോലെ ഹജ്ജ് മാസത്തിൻ്റെ മുമ്പുള്ള 2 മാസത്തിൽ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. റമളാനിൻ്റെ മുമ്പിലുള്ള 2 മാസത്തിൽ മാത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമളാനിലേക്ക് എത്തിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ 2 മാസത്തിൽ ഈ ദുആ 60 ദിവസം നമ്മൾ ദുആ ചെയ്തിട്ടാണ് നമുക്ക് റമളാനിക്ക് എത്താൻ കഴിയുന്നത്. 60 ദിവസം ദ്വാരക്കാണ്. ഈ 60 ദിവസം ഓരോ മുഅ്മിനായ മനുഷ്യന് ഒന്നിരിക്ക ദ്വാരക്കുണ്ടില്ലെങ്കിൽ ദ്വാരക്ക് ആമീൻ പറയുന്നുണ്ട്. ആ ആമീൻ അള്ളാഹു കബൂൽ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് കിട്ടുന്ന വലിയ ഒരു തൗഫീഖാണ് 30 ദിവസം നോമ്പ് നോൽക്കാൻ കഴിയാന്നുള്ളത്. അതുപോലെ ആ റമദാൻ മാസത്തിൽ 30 ദിവസവും തറാവീഹ് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് അത് കിട്ടുന്ന ആളുകളാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതി തീർക്കണം. 4, 5, 10, 15 ഖത്തൊന്നും തീർന്നില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതി തീർക്കാൻ ഒരു ജുസ് ഒരു ദിവസം ഓതുക. ഒരൊറ്റ ജുസ്. അതിന് ചെറിയ പണിയുള്ളൂ. ഓരോ ളുഹർ നിസ്കാരത്തിൽ സുബഹിൻ്റെ ശേഷം ഒരു 2 പേജ്, അങ്ങനെ ളുഹറിൻ്റെ ശേഷം 2 പേജ്, അങ്ങനെ ഓതിയാൽ അൽഹംദുലില്ലാഹ് ഒരു ജുസിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ചില ആളുകൾക്ക് എത്ര ജുസ് ആണെന്ന് തന്നെ അറിയില്ല. നാളെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഖത്തം തീർന്നു വെച്ചു. ഇല്ല, ഖത്തം തീർന്നിട്ടില്ല. എത്ര ജുസായാണ്? 34 അയക്കണതാണ്. അപ്പോൾ ഹിസ്ബാണ് കണക്കൂട്ടുന്നത്. വേറെയുണ്ട് അങ്ങനത്തെ ഒരു പെട്ടിക്കോളം അവിടെ. ജുസിൻ്റെ വായിൽ തന്നെയുള്ള പെട്ടിക്കോളം പിന്നെയും സൈഡിലുണ്ട്. അപ്പോൾ മൂപ്പര അയിമല കണക്കൂട്ടി പോകണം. അത് കുറേ ഉണ്ടാവും. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതി തീർക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഒരിപ്പോൾ കൈയൊന്നും പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണാരി പൊക്കിയാൽ മതി. ഇങ്ങനെ വാട്സപ്പിൽ പൊക്കണ എങ്ങനെ പൊക്കിയാൽ മതി, ഞാനാണ് അതിൻ്റെ ആള് അല്ലേ? അപ്പം നമ്മൾ തൗഫീഖ് എന്ന് പറയുന്ന സാധനം വലിയ സാധനമാണ്. ആ തൗഫീഖ് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തിനു കഴിയുള്ളൂ? ഈ റമളാന് നോമ്പോൽക്കാനും തറാവിസ്കരിക്കാനൊക്കെ കഴിയുള്ളൂ. തൗഫീഖ് ഇല്ലെങ്കിൽ നോമ്പോൽക്കാനും കഴിയൂല. ഇപ്പോൾ സമൂസയൊക്കെ സാധാരണഗതിയിൽ നോമ്പിനാണ് നമ്മൾ നല്ലോണം തിന്നുക. എവിടെയെങ്കിലൊക്കെ പേരയിൽ നോമ്പറക്കാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ അവിടുന്ന് ഏതായാലും വെറുതെ കിട്ടിയല്ലേ നിലയ്ക്ക് ഒരു 4 നേരം തിന്നാൽ ചിലപ്പം വയറ്റിൽ നോക്കി ഇളകും. അത് കാരണം ഈ മുഹറം 1 മുതൽ തിളക്കണ എണ്ണയിൽ ഇങ്ങനെ കറങ്ങുന്നതാണ്. പക്ഷെ എല്ലാത്തിനും കൂലുണ്ട് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് വലിയ കൂലൊന്നും കിട്ടൂല. അത് ഡെയിലി മാറ്റുന്ന എണ്ണ ആകലാണ് നന്നാവുക. അപ്പോൾ റമളാൻ 1 മുതൽ കറങ്ങിയ വെളിച്ചെണ്ണയാണ്. ലൈലത്തുൽ ഖദ്റൊക്കെ കയ്യിൽ കടന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ കരുതുകയാണ് അൽഹംദുലില്ലാഹ് മേമാക്കാൻ്റെ പീടിയിലെ സമൂസക്ക് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം റമളാൻ 1 മുതൽ മൂപ്പരെ ചൊല്ലി എല്ലാ ദിക്റും കൊണ്ട വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലുള്ള സമൂസയാണെന്ന് കരുതി ഒന്നും അതിനൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു തൗഫീഖ് ലഭിക്കുമ്പോൾ കഴിയും. ഇല്ലെങ്കിൽ ഒരു വയറ്റിന് കൂടുതൽ സോദന ഉണ്ടായാലും നോമ്പ് മിസ്സായി പോകും. നോമ്പ് മിസ്സാക്കാനൊരു കാരണം ഉണ്ടായ പോരെ. ഒരു നോമ്പ് വീട്ടിലൊരു നോമ്പ് പറ ഉണ്ടാക്കുമ്പോൾ ആ നോമ്പ് പറയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം ഒരു ജുസ് ഓതാൻ വിട്ടുപോയാൽ മതി. ഇനിയിപ്പോൾ നാളെ 2 ഓതണമല്ലോ. അപ്പോൾ അത് നടക്കൂല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ അതൊക്കെ എണ്ണം വെച്ചു കഴിഞ്ഞാൽ അടുത്തെല്ലാം തലക്കെന്ന് തുടങ്ങാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഖത്തം തീരല്ല. എല്ലാ കൂടിയും 15, 16 ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിസ്വീസാവും. അപ്പോൾ അത് തൗഫീഖ് ഇല്ലാത്ത ആളുകൾക്കാണ് ആ വിഷയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ തൗഫീഖിന് വേണ്ടി നമ്മൾ നല്ലോണം ദ്വാരക്കണം. അൽഹംദുലില്ലാഹ്, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി.
ഏത് വിഷയത്തിനും അങ്ങനെ. വാപ്പനെ നോക്കാൻ തൗഫീക്ക് വേണം, ഉമ്മനെ നോക്കാൻ തൗഫീക്ക് വേണം. വാപ്പക്കും ഇമ്മക്കും ഈ മക്കൾ നല്ലൽക്കായി കിട്ടുക കാണുക എന്നുള്ളതും അതും തൗഫീക്കാണ്. ഈ വാപ്പയോ ഉമ്മയോ ഓല വാപ്പാൻ എന്തായിട്ടുണ്ടെങ്കിൽ വല്ലിപ്പാനെ ഇടങ്ങേറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇടങ്ങേറൊക്കെ ആരിൽ കാണും? നമ്മളിൽ കാണും. അതും നമ്മൾ മനസ്സിലാക്കണം. ഇത് വൺ സൈഡുള്ള കേസല്ല, കുരുത്തവും എന്ന് പറഞ്ഞ സാധനം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ റമദാൻ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടുകൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കാൻ വേണ്ടി തീരുമാനമെടുക്കുക. ഹജ്ജ് ഓരോരുത്തരും തറാവീഹ് നിസ്കരിക്കാൻ ഓരോരുത്തരും തീരുമാനമെടുക്കുക. എല്ലാ ദിവസവും തറാവീഹ്. പക്ഷെ ആ തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് അല്ലേ? നല്ല AC വെച്ചാൽ അൽഹംദുലില്ലാഹ് എല്ലാവരും തറാവീഹ് നിസ്കരിക്കാൻ വരും. ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യില്ല, അങ്ങനെ തറാവീഹ് നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല. അത് തറാവിനോട് എതിരുണ്ടായിട്ടൊന്നല്ല, അത് ചൂടിനോട് പൊതുവെ എതിരാണല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഒക്കെയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് 2 AC ഇതിൽ വെച്ചാൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുണ്ടാവും. നല്ല പള്ളി, നല്ല റാഹത്തുള്ള പള്ളി. ഇവിടെ മദ്രസ ഉണ്ടോ? എവിടേക്കാ മദ്രസക്ക് പോണേ? എത്ര കിലോമീറ്റർ ഉണ്ട്? പടച്ചോനെ, 2 കിലോമീറ്ററിലൊക്കെ മദ്രസക്ക് പോകാൻ. ആസാം പറ്റിയത്. ആസാമിലും ബംഗാളിലൊക്കെ പിന്നെ 40 കിലോമീറ്റർ 30 കിലോമീറ്ററൊക്കെ പോകണം. ഇവിടെ അതൊക്കെ വേണം. ഇവിടെ ജുമ ഉണ്ടായിനോ? കൊറോണ ജുമ ഇല്ലേനോ? വല്ലാത്ത മനുഷ്യന്മാരും നിങ്ങൾ. അങ്ങനെ ഈ ആളുകളൊക്കെ ഇവിടെ ഉള്ള ആളുകളാ? അല്ല, എവിടെയുള്ള? ഞാനീ പോകുന്നതിക്ക് റബ്ബർ മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് മലായിക്കത്തിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. റബ്ബർ മാത്രമേ ഉള്ളൂ അവിടെ. ഇവിടെ എത്ര വീടുണ്ട്? 15 വീടുണ്ട്. 15 വീടുണ്ടെങ്കിൽ നല്ല വീടായി. അതിനുള്ള പള്ളി തന്നെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളി നല്ല ഉഷാറുള്ള പള്ളിയാണ്. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു മദ്രസ തുടങ്ങണം. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും തുടങ്ങാം. അപ്പോൾ കുട്ടികളെ കുറച്ച് വലുതാവും. പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കാം. 2 കിലോമീറ്റർ നടക്കാനുള്ള ആഫിയത്തും ആണല്ലോ. മറ്റേത് ഒരു പ്രോസസ്സ് നിന്നിട്ട് വേണ്ടി വരും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ, മദ്രസ പറഞ്ഞേക്കാൻ. കാരണം 2 കിലോമീറ്റർ നടക്കണ്ടേ. ഇവിടെയുള്ള കുട്ടികളോടൊന്നും ഡോക്ടർ നടക്കാൻ പറയില്ല. കാരണം നേരത്തെ നടന്ന് പരിചയമുള്ള ആളുകളാണെന്നുണ്ട് ഷുഗർ വരാൻ സാധ്യതയല്ല. കാരണം 2 കിലോമീറ്റർ നടന്നു പോണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാലത്തിനനുസരിച്ച് കൊണ്ട് വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ദഅവത്തിൻ്റെ ഭാഗം ഉഷാറാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ആ ഒരു നല്ല രൂപത്തിൽ റമദാനിനെ സ്വീകരിച്ച് റമദാനിൽ നല്ല നിലക്ക് ഖുർആൻ ഓതാൻ അൽഹംദുലില്ലാഹ് നമ്മളെ ഓരോരുത്തരും തീരുമാനമെടുക്കുക. എന്നിട്ടോ അപ്പോൾ ആ ബറക്കത്ത് കിട്ടുമ്പോഴാണ് എല്ലാ കാര്യവും ഉണ്ടാവുക. റമദാനിൽ പൊതുവെ ആളുകൾ മുഴുവനും ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന പണിയേ ഉള്ളൂ. ഷാബാനിലും റജബിലൊക്കെ ദ്വാരം നിൽക്കണമെങ്കിലും റമദാനിൽ ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന പണിയാണ് നമ്മൾക്കുണ്ടാകുക. എന്താ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങും. സുബഹി നിസ്കരിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറങ്ങണ ഫുലാൻ്റെ പൊരയിൽ വർക്കത്തുണ്ടാവില്ല. ഓൻ അന്ന് പണിക്ക് പോയിക്കണമെങ്കിൽ അന്ന് വർക്കത്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സുബഹിൻ്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. സുബഹിൻ്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് ബർക്കത്തുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പരാതിയാണ്, ഉസ്താദെ കിട്ടുന്ന പൈസ ഒന്നും കാണുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങനെ കഴിഞ്ഞു പോകും. അത് മനസ്സിലാക്കേണ്ടത് ബറക്കത്തില്ലാത്തതുകൊണ്ടാണ്. ഈ ബറക്കത്തുണ്ടാകാൻ ഏറ്റവും നല്ല മാർഗം സുബഹിൻ്റെ ശേഷം നമ്മൾ ഉറങ്ങാതിരിക്കുക. സുബഹിൻ്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. ഇവിടെ സുബഹിൻ്റെ ശേഷം എല്ലാവരും റമദാൻ മാസമാകുമ്പോൾ അത്തായം കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പിന്നെ ഒരു 9 മണി വരെ റേഞ്ചിലുണ്ടാവില്ല. പിന്നെ ആർക്കെങ്കിലും വല്ല ടെലിഫോൺ ചെയ്താൽ 9 മണി നിങ്ങൾ വിളിച്ചീനിയോ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ റിട്ടേൺ വരൽ തുടങ്ങും അല്ലേ? എല്ലാ കൗമും അതിൽ പെട്ടതാണ്. മൂല്യന്മാരും അതിലുണ്ടാവും, നാടന്മാരുണ്ടാവും, തങ്ങന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാനതിലില്ല, അതുകൊണ്ട് ഞാൻ ശരിക്കും പറയാതെ. അതുകൊണ്ട് ഞാൻ സുബഹിൻ്റെ ശേഷം ഉറങ്ങാത്ത ആളാണ്. ഇനി എന്ത് കളി കളിച്ചാലും സുബഹിൻ്റെ ശേഷം ഉറങ്ങൂല. അപ്പോൾ സുബഹിൻ്റെ ശേഷം ഉറങ്ങാതിരിക്കുക. അപ്പോൾ റമദാൻ മാസമാകുമ്പോൾ സ്വാഭാവികമായി പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ മനസ്സിലാക്കി ഉറക്കം ഒരു ഇബാദത്താണ്. നൗമു സ്വാഇമി ഇബാദാന്ന് എവിടുന്നോ വയത് കേട്ടപ്പം അങ്ങനെ കേട്ടിക്കണ്. അത് ആർക്കാണ്? മുണ്ടിയ തൊള്ള തുറന്നിരുന്ന ഗീബത്തും നമീമത്തും പറയും. തൊള്ള തുറന്നാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ആരെങ്കിലും ഒന്ന് പറയണം. ഒന്നിരിക്കും അയൽവാസിനെ പറയണം, ഇല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇവിടെ ജോലി ചെയ്തതിന് മൂല്യരെ പറയണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അങ്ങനെ ഗീബത്തും നമീമത്തും പറഞ്ഞ് തൊള്ള തുറന്നാൽ ആളുകളെ പറ്റി ഫസാദ് പറയുക, ഇല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കുക. ഇത്തരക്കാരാകുന്ന ആളുകൾക്ക് ഉറക്കം ഇബാദത്താണ്. പക്ഷെ ഓൻ്റെ ഒരു ഫുള്ളായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയ ഫുലാനും രാവിലെ മുതൽ വൈകുന്നേരം വരെ
നോമ്പനുഷ്ഠിച്ച് ഖുർആൻ ഓതിയ ഒരു ഫുലാനും തമ്മിലുള്ള നോമ്പിന് കൂലി രണ്ടാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞ അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ബാക്കിയുള്ളതിനൊക്കെ പടച്ചോൻ തന്നെയല്ലേ കൊടുക്കല്, ഹജ്ജിന് പടച്ചോൻ തന്നെയല്ലേ കൊടുക്കുന്നത്, സക്കാത്തിന് പടച്ചോൻ തന്നെയല്ലേ കൊടുക്കുന്നത്, ഒരാളെ പാവങ്ങളെ സഹായിച്ചാൽ പടച്ചോൻ തന്നെയല്ലേ കൊടുക്കുന്നത്. പക്ഷേ നോമ്പിനെ പറ്റി പറഞ്ഞു അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. കാരണം ചില ആളുകൾ ഫുൾ ഉറങ്ങിയവരുണ്ടാവും, ഓനുള്ള കൂലി വേറെയാണ്. എന്നാൽ അതേ മോഡലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പണ്ടിച്ച് ഖുർആൻ ഓതി ഉണ്ടാവും, ഓൻ്റെ പ്രതിഫലം വേറെയാണ്. അതുകൊണ്ട് ഓരോ ആളുകളുടെയും നോമ്പിൻ്റെ പ്രതിഫലം ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലാണുള്ളത്. ഒരാൾ പത്തിരി ചുടുമ്പോൾ, ഒരു ഉമ്മ ഓരോ പത്തിരി ചുടുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് പത്തിരി ചുട്ടാൽ ആ പത്തിരിക്ക് വലിയ ഫലമുള്ള പത്തിരിയാണ്. പഴയ കാലത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും, വെളിച്ചെണ്ണൻ്റെ തപ്പ് ഇങ്ങനെ വെട്ടിയിട്ട് അത് ഇങ്ങനെയുള്ള വക്കലാണ്, അതിൻ്റെ മുകളിൽ 6 പത്തിരിയൊക്കെ ഒന്നിച്ച് വിടാനുള്ള സംവിധാനം ഉണ്ടാവും. അങ്ങനെയാണ് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മാക്ക് പത്തിരി ഇടാൻ വേണ്ടി സഹായിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ വലിയ ചട്ടിയൊന്നും ഉണ്ടാവില്ല, അത് ഈ വെളിച്ചെണ്ണൻ്റെ ടിന്ന് വാങ്ങിയിട്ട് അതിങ്ങനെ വെട്ടിയിട്ട് 3 കല്ല് വെച്ച് സുബ്ഹാനല്ലാഹ്, ഒരു പ്രത്യേകമായി റമദാനാകുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം, അപ്പുറത്തൊരു മണ്ണൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടാക്കി ഒരു സംവിധാനമുള്ളത്. ആ പത്തിരി ഇങ്ങനെ ചൂടുന്ന കാലം, അപ്പോൾ ഉമ്മ ഇങ്ങനെ ഓരോ പത്തിരി പരത്തുമ്പോഴും ദിക്ർ ചൊല്ലിയിട്ടാണ് പത്തിരി പരത്താറുള്ളത്. ഇന്ന് പിന്നെ പരത്തലില്ല, ഒക്കെ ഹാൻഡ് ബ്രേക്ക് വലിക്കല അല്ലേ, എല്ലാവരും ഹാൻഡ് ബ്രേക്ക് വലിക്കുക, പിന്നെ പരക്കണ സംഗതി ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കണ്ടീഷനിലായി എല്ലാവരും. അപ്പം അതുകൊണ്ട് ആ ദിക്ർ ചൊല്ലി ആ ദിക്ർ കേട്ട ആ ഒരു പത്തിരി പരത്തിയതും പീടിന്ന് അങ്ങനെ പത്തിരി വാങ്ങിക്കൊടുന്ന ആളുകളും രണ്ടാളെ പത്തിരിക്കും വ്യത്യാസമുണ്ട് ഉണ്ടാവും. മറ്റത് പീടിന്ന് പോയി വാങ്ങിക്കൊടുന്നതാണ്. ചപ്പാത്തിരി കമ്പനി ഉദ്ഘാടനങ്ങൾ, അപ്പം നാളെ ഒരു ഉദ്ഘാടനമുണ്ട്, ചപ്പാത്തി കമ്പനി പത്തിരി കമ്പനി ഉദ്ഘാടനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊന്നും വാങ്ങി തിന്നാൻ നിൽക്കരുത്. അതിനൊന്നും വാങ്ങിയത് എപ്പോഴെങ്കിലുമൊക്കെ കുടുങ്ങുമ്പോഴൊക്കെ വാങ്ങാന്നല്ലാതെ അതിന് സമൂസ വാങ്ങാൻ നിൽക്കരുത്. ആ കച്ചവടക്കാരുണ്ടെങ്കിൽ എന്നോട് വെറുക്കൊന്നും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഇനി വെറുത്തിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല. ഡെയിലി വെളിച്ചെണ്ണ മാറ്റണ കച്ചവടക്കാരാണെങ്കിൽ ഓക്കെ, അല്ലാത്ത ആളുകളോടൊക്കെ ഞാൻ എതിരാണ്. എല്ലാ ദിവസവും വെളിച്ചെണ്ണ മാറ്റണം, പൈസ കൂട്ടിക്കോളി, ₹1 ഏറെ വാങ്ങിക്കോളി, നമ്മളെ വെളിച്ചെണ്ണ ഹഗ്ഗില്യവും ഓരോ ദിവസവും അതാണ്. ഗൾഫിൽ ചെന്നാൽ അൽബൈക്ക് ബ്രോസ്റ്റ് ഉണ്ട്, ആ ബ്രോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യൗമിയ്യ എന്ത് ചെയ്യും, വെളിച്ചെണ്ണ മാറ്റുക എന്നാണ്. മലയാളികൾ തുടങ്ങിയാലോ ഒരു മാക്സിമം ഒന്നും കൂടി പോകില്ലടായിരിക്കും, ഒന്നും കൂടി പോകും, ലേസം പുതിയതാണ് ഒഴിച്ചളാറ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മനുഷ്യനില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങളൊന്നും, അതുപോലെ തന്നെ സോഡ, അതുപോലെ തന്നെ പെപ്സി, 7up, സ്പിരിറ്റ് പോലത്തെ ഒരു സാധനങ്ങളും നോമ്പ് പറക്കുമ്പോൾ നിങ്ങൾ കുടിക്കരുത്. നിങ്ങൾ നിർബന്ധമാക്കണം. വെറും ഒരു കിഡ്നി ധാരാളം കിഡ്നി പേഷ്യൻ്റ് കൂടുതലാണ്. ഇപ്പോൾ കിഡ്നി സംബന്ധമായി നോക്കുന്ന വലിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പായി പറയാനുള്ള ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വയലാപ്പം ഞാൻ നിങ്ങളോട് പറയണത്, അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും നോമ്പുകാർ ഒരിക്കലും പെപ്സിയോ 7up ഇതുപോലെയുള്ള ഗ്യാസുള്ള ഒരു വസ്തുവും നിങ്ങൾ നോമ്പ് തുറക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കരുത്, അത് കുടിക്കാൻ പാടില്ല. നല്ല ഫ്രൂട്ട്സുകൾ, നല്ല ജ്യൂസുകൾ മാത്രം എന്ത് ചെയ്യുക, മാക്സിമം മുസംബികൾ നമ്മൾ എന്ത് ചെയ്യുക, ബുർത്തുകാല് കഴിക്കുക. അത് വിറ്റാമിൻ സി അടങ്ങിയ വലിയ കാരണമാണ്. കോവിഡ് സമയത്ത് വന്നപ്പോൾ രോഗത്തിനുള്ള ഒരു മരുന്നായിരുന്നു മഞ്ഞ നിറത്തിലുള്ള എല്ലാ സാധനത്തിനും കോവിഡിനുള്ള ഒരു മരുന്നായിരുന്നു. മഞ്ഞ സാധനമുള്ളതൊക്കെ വിറ്റാമിൻ സി അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ രോഗികൾക്കൊക്കെ അതായിരുന്നു നിർദ്ദേശിച്ചത്. അതുകൊണ്ട് നോമ്പ് പറക്കുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. കുറച്ച് ഭക്ഷണം കഴിക്കുക. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ തറാവീഹ് കഴിഞ്ഞതിന് ശേഷം നല്ല ഭക്ഷണം കഴിക്കുക. അതാണ് ഏറ്റവും നല്ല കോലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരോഗ്യത്തിനെ നമ്മളെപ്പോഴും നമ്മൾ സംരക്ഷിക്കണം. ആരോഗ്യം നല്ല രൂപത്തിൽ നമ്മൾ നോക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും റമദാന് നമുക്ക് ബറക്കത്തുള്ള ഒരു റമദാനായി മാറണം. അപ്പോൾ തറാവീഹ് നിസ്കരിക്കണം, സുബഹിന്റെ ശേഷം ഉറങ്ങരുത്, ഒരു ഖത്തം എന്ത് ചെയ്യണം, ഓതി തീർക്കണം. അൽഹംദുലില്ലാഹ്. സ്വലാത്ത് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ഒരു 300 സ്വലാത്ത് ചൊല്ലാം. ഒരു 300 സ്വലാത്ത് മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു. ഒരാൾ മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്ത് ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയ 300 സ്വലാത്ത് ചൊല്ലണം. ആ 300 സ്വലാത്ത് ചെല്ലുമ്പോഴാണ് ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു 3 സ്വലാത്ത് ചൊല്ലിയുണ്ടൊന്നും സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 300 സ്വലാത്ത് ഡെയിലി പതിവാക്കാൻ നോക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും
റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. അതുപോലെ ആരോടെങ്കിലൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മിണ്ടണം. ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളൊക്കെ മിണ്ടി എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം? റമദാനെ സ്വീകരിക്കണം. അപ്പോഴൊക്കെ റമദാൻ പരിപൂർണമായി എന്ത് ചെയ്യുള്ളൂ? അനുകൂലമായി സാക്ഷി നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ നിൽക്കൂല. അതുകൊണ്ട് സഹോദരിമാര്, സഹോദരങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവണം. അപ്പം അതുകൊണ്ട് ഭാര്യമാരോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടിക്കണം. നല്ലത് ആണുങ്ങൾ കാലം വരെ നിങ്ങൾ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ചിന്. എവിടെ പൊരുത്തപ്പെടിച്ചിന്? ഹജ്ജിന് മുമ്പൊക്കെ പോകുമ്പോൾ വരെ നാട്ടുകാരോടാ പൊരുത്തപ്പെടിക്കുക. ഹജ്ജിന് മുമ്പ് നാട്ടുകാരോട് പൊരുത്തപ്പെടിക്കും. അപ്പോൾ ആരോട് പൊരുത്തപ്പെടിക്കൂല? സ്വന്തം ഭാര്യനോട് 40 കൊല്ലമായി ഓളേറ്റം കുൽമാൽ തുടങ്ങിയില്ലോടെ. എങ്ങനെയാണെങ്കിലും നമ്മൾ അല്ലേ, അങ്ങനെ പകൽ സമയത്തൊക്കെ കുൽമാൽ കൂടി വൈകുന്നേരം ആകുമ്പോൾ നന്നാവും. പിന്നെയും പകലായ പിന്നെ നമ്മൾ കുൽമാൽ കൂടും. ഈ ടീമാണ് നമ്മളൊക്കെ അല്ലേ. അങ്ങനെ നന്നാകാണ്. ഈ സാധുക്കൾ ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ മുന്നോറാണ്. ഓലെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയാൻ പറ്റാത്ത നിങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ ഒരു അറ തുറപ്പിക്കണ്ടെങ്കിൽ തുറന്ന ആ ഒരു സ്നേഹത്തിന് വലിയ പ്രയാസം വരും. അതുകൊണ്ട് അവരോട് പൊരുത്തപ്പെടിക്കണം. പെണ്ണുങ്ങളെ മുതലെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഓൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വീടുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എടുക്കൽ ഏതാണ്? നമ്മളെ ഭാര്യൻ്റെ സ്വർണം 25 പവൻ സ്വർണ്ണം എടുത്തിട്ടാണ് നമ്മൾ പറമ്പിൻ്റെ പണി തുടങ്ങുന്നത്. പിന്നെ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ മുതൽ ഒരുക്കുമ്പോൾ ഇത് മൊത്തത്തിലാണ് ഒരുക്കുക. എങ്ങനെ മൊത്തത്തിൽ ഒരുക്കണേ? മൊത്തത്തിൽ ഒരുക്കുന്നതിന് മുമ്പ് ആദ്യം ഭാര്യൻ്റെ മാത്രം ഹക്കുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് അത് കൊടുക്കണ്ടേ? അപ്പം 25 പവൻ സ്വർണം ഭാര്യൻ്റെ എടുത്തിട്ട് പൊരണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പറമ്പുണ്ടാക്കിയില്ലെങ്കിൽ ആ പറമ്പ് മക്കൾക്കൊക്കെ പാടെ ഒരുക്കാൻ പറ്റൂല. ആദ്യം ഭാര്യക്കുള്ള ഹക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പം 25 പവൻ, ഉദാഹരണമായി 10 ലക്ഷം റുപ്യാണ് ആ പൊരക്ക് വില വെച്ചെങ്കിൽ 5 ലക്ഷം റുപ്യ ഓളതാ ആണ് കൊടുക്കണം. പിന്നെ ബാക്കി 5 ലക്ഷം റുപ്യ ഉള്ളത്, ആ 5 ലക്ഷം റുപ്യ കൊണ്ട് ഭാര്യയ്ക്ക് ഉണ്ടാവും, 8 ലൊന്നുണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പിന്നെ അതുപോലെ ആമക്കൊക്കെ ഉണ്ടാവും, പെൺമക്കൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇത് പെണ്ണുങ്ങളെ ഭാര്യൻ്റെ മുതലെടുത്തിട്ട് എങ്ങനെയാ ഉയാപ്പാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാണ്ട് അനന്തരം പറഞ്ഞിട്ട് നമ്മൾ അതൊരു ഹക്കാണ്. ഇവിടെ ആരാ സ്വർണ്ണം എടുക്കാത്തോല്? ഇന്നൊന്ന് കൈ പോക്കട്ടെ. ഒക്കണ്ട, ആരുമില്ല ഒക്കാം. എനിക്കറിയാം ഒക്കാണ്ടാവില്ല. കാരണം ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞു വന്ന 3 ദിവസം കഴിഞ്ഞാൽ ഒരു ചെരിഞ്ഞ നോട്ടം, ലോക്കറ്റമ്മക്കാണ് ആ നോട്ടം അല്ലേ. ആ ലോക്കറ്റ് എങ്ങനെയും കഴിച്ചിലാക്കണം. കാരണം മഹർ വാങ്ങി പൈസ ലേസം കടമുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്ത്രീധനം കിട്ടിയോണ്ട് തേങ്ങില്ല. എന്ത് പിന്നെ സ്ത്രീധനം അതൊരു ആഭാസമായി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഹക്കാണ്. പിന്നെ അത് നമ്മളൊരു മൈൻഡ് ചെയ്യാതെ പോകണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഭാര്യയും ഭർത്താവൊക്കെ നല്ല റാഹത്തിൽ സ്വന്തത്തിൽ ജീവിച്ചതാണെങ്കിൽ അത് റാഹത്തായിരിക്കും. ഇല്ലെങ്കിൽ ഇന്നൊരു പുതിയ മാറ്റർ പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾക്ക് ഇങ്ങോട്ട് പെണ്ണുകൾ ചോദിച്ചും ചെയ്തോളും. അതിന് മറുപടി പറഞ്ഞു ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണി എടുക്കാതെ പോയാൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരിച്ചുമ്പോഴും തന്നെ ഹക്കുകളെ കൊടുത്ത ഹക്കാണ്. ആ ഹക്കുകൾ കൊടുത്തു വീട്ടണം. സുബ്ഹാനല്ലാഹ്, ഇത് ഭയങ്കര വിഷയമുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെ എല്ലാ ഹുക്കൂക്കുകളും വീട്ടണം. അപ്പോൾ ഭാര്യയോട് പൊരുത്തപ്പെടിക്കുക. ഭാര്യനോട് എല്ലാ ആളുകളും ഇന്നത്തെ പരിപാടി റമദാൻ്റെ തൊട്ട് മുമ്പായി പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കുക. ഇനി പൊരുത്തപ്പെടിച്ചാൽ പോയാൽ അങ്ങനെ ഉണ്ടാവും? കിട്ടണാണ്ട് ചപ്പാത്തി മുടങ്ങോ? ഇപ്പം തന്നെ ഓളെ നാവ് ഈ നീളാവസ്ഥാതെ. ഇനിയിപ്പോൾ ഓളോട് പൊരുത്തപ്പെടിക്കാനും കൂടി പോയാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ. മിസ്രികൾക്കൊരു പ്രയോഗമുണ്ട് ഗൾഫില്, ഹഗ്ഗി മദാം ലിസാൻ ഗദ്ദിക്കിതാന്ന് പറയും. ഈ നീളാണ് എൻ്റെ ഭാര്യൻ്റെ നാവ് എന്ന് മിസ്രികളുടെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ആ നീളമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയോട് പൊരുത്തപ്പെടിക്കണം. ഭാര്യ ഭർത്താവിനോടും പൊരുത്തപ്പെടിക്കണം. ഭാര്യ ഭർത്താവിനെ കുറിച്ച് കുറേ പ്രാഗിയിട്ടുണ്ടാവും, പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഓരോ പത്തിരി ഇട്ടപ്പോഴും നോമ്പ് സൽക്കാരത്ത് ഫസ്റ്റ് വെച്ചപ്പോൾ അതിന് പോകാത്തതിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ, ആങ്ങള ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഓൾ കരുതിയ ദിവസം വിടാത്തതിൻ്റെ പേരിലൊക്കെ ഭർത്താവിനെ കുറേ ഗിറുകിറ് ചൊറിഞ്ഞ്, മനസ്സിൽ ചൊറിഞ്ഞ് ചോറുണ്ടാക്കിയതും പത്തിരി ഉണ്ടാക്കിയതും കഞ്ഞി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭാര്യ ഭർത്താവിനോടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണം. അങ്ങനെ നല്ല നിലക്ക് പൊരുത്തപ്പെടിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതത്തിന് എന്ത് റാഹത്തുണ്ടാവും? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുലുമാലും ഉണ്ടാവില്ല. ഇത് എപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം.
ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചിരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇതിൽ വലിയ സ്നേഹങ്ങൾ പാസ് ചെയ്യുന്നതാണ്. മുഖാമുഖം ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സ്നേഹങ്ങൾ പാസ് ചെയ്യുന്ന അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ ഹസദിനെ കുറിച്ച് പഠനം നടത്തി. ഹസദ് എന്ന് പറഞ്ഞ അസൂയ, ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് അസൂയ എന്ന് പറഞ്ഞ സാധനം. ഈ അസൂയയെ കുറിച്ച്, ഹസദിനെ കുറിച്ച് അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ പഠനം നടത്തിയപ്പോൾ 41 വരുന്ന രശ്മികൾ ഒരാളെ കണ്ണിൽ നിന്ന് മറ്റവന്റെ കണ്ണിലേക്ക് പതിയുമ്പോഴാണ് ഹസദ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി എൻ്റെ അയൽവാസി ഒരു കാറ് വാങ്ങി, ഒരു സ്വിഫ്റ്റ് കാറ് വാങ്ങി. ആ കാറ് വാങ്ങിയപ്പോൾ ഞമ്മക്കൊരു ഹസദ്, പടച്ചോനെ ഇനി ഓൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു നാനോ കാറെങ്കിലും വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ മഹർ ചെയിൻ എടുത്തിട്ട് ഒരു നാനോ കാറ് വാങ്ങി. ഈ നാനോ കാറ് വാങ്ങി ഇങ്ങനെ റാഹത്തായി നിൽക്കുമ്പോൾ ഇപ്പം ഈ സ്വിഫ്റ്റാണ് വിട്ടിട്ട് എന്ത് ചെയ്യും, ഒരു ഇന്നോവൻ്റെ എടുത്ത്. സുബ്ഹാനല്ലാഹ്, അതിൽ ഇവന് പിന്നെ അടങ്ങേറ് തുടങ്ങി. ഇവൻ എന്താ ചെയ്യുക? അതിലാണ് ഈ സൈലൻ്റ് അറ്റാക്ക് തുടങ്ങുക. അതിലാണ് ഈ സൈലൻ്റ് അറ്റാക്ക് കിടക്കുക. കാരണം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് സ്റ്റക്കാകുകയാണ്. അഥവാ ൊക്കെ ചെടി നനക്കാനൊക്കെ ഉള്ള പൈപ്പുണ്ട്. ആ പൈപ്പ് ഒന്നും ഇങ്ങനെ എന്തായിക്കൊണ്ട് ഒന്ന് മടക്കി പിടിച്ച് നോക്കാണ്. അപ്പം നമ്മൾ കുത്തിവെച്ച് കൊടുത്ത് ചാടും. അതെന്തുകൊണ്ടാണ്? ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയതാണ്. അതിനാണ് ആർട്ടിസ്റ്റ് സ്റ്റക്കാകുക എന്ന് പറഞ്ഞത്. നിങ്ങൾ പേരിങ്ങനെ ചൊറുക്ക് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഈ പൈപ്പിലൂടെ ഇങ്ങനെ പോകുന്ന വെള്ളം എവിടെയെങ്കിലും ഒരു ചുളിവ് വന്നാൽ ആ ചുളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് നടക്കും. അതിനാണ് അഞ്ചിയോ ചെരിയ എന്ന് പറയുന്നത്. ഒരു സാധനം എന്ത് ചെയ്യുക, സൂചി പോലത്തെ ഒരു സാധനം നമ്മളെ നരമ്പുകൂടം കയറ്റിയിട്ട് ആ മടങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരൊറ്റ മിസൈലാണ് വിടുകയാണ്. ആ മിസൈൽ ഇടുമ്പോൾ അതിൽ ക്ലിയർ ആവും. അവിടെ നിന്ന് പോണില്ലെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക, ബൈപ്പാസ് പാസ്സായാലേ അടാ, അപ്പോഴാ ബൈപ്പാസ് പാസ്സായാലേ. ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ. ബൈപ്പാസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് അറിയാലോ. പക്ഷെ നമ്മളെ ശരീരത്തിൽ കൂടെ വേണ്ടാറില്ലേ ബൈപ്പാസൊക്കെ അന്ന് ഇല്ലേ. നമുക്കിപ്പോൾ റോഡ് വണ്ടൂർക്ക് ഒരു ബൈപ്പാസ് ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ നല്ല മട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് അറ്റാക്ക് വരുന്ന അപ്പോഴാണ് അവൻ്റെ മനസ്സ് ഇങ്ങോട്ട് ഇടുങ്ങാണ്. ഇതൊക്കെ പാടെ ആലോചിച്ചിട്ട് ഇപ്പം എൻ്റെ ഇന്നോവ കാറൊക്കെ പാടെ കണ്ട് ഇടങ്ങാറായി. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അപ്പോഴാണ് സൈലൻ്റ് അറ്റാക്ക് കിടക്കുക. പിന്നെ ഈ സൈലൻ്റ് അറ്റാക്ക് പോയാണ് മിംസിലൊക്കെ പോയിട്ട് മെട്രോയിലൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് 2 ലക്ഷം റുപ്യൊക്കെ ചിലവാക്കി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന വരവ് തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇപ്പം അപ്പോൾ ഇതിന് ഇന്നോവേറ്റ് ഒരു ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിൽ പിന്നെ ഇവനോട് കൊയ്തു തുടങ്ങി. പിന്നെ ബൈപ്പാസ് ചെയ്യേണ്ടി വരും അല്ല. അപ്പൊ ഹസദിനെ കുറിച്ച് പറ, അൽ ഹസദു യഅ്കുലുൽ ജസദ, ഹസദ് ശരീരത്തിനെ കാർന്നു തിന്നും. ആ ഹസദ് ഉണ്ടാകുമ്പോൾ വലിയ രോഗങ്ങൾ ഉണ്ടാകും. ആ 41 വരുന്ന രശ്മികൾ എൻ്റെ കണ്ണിൽ നിന്ന് ഈ ഉസ്താദിന്റെ കണ്ണിലേക്ക് പതിയുമ്പോൾ ഈ 41 രശ്മികൾ 41 ദിവസം ചെയ്യേണ്ട സംഗതിയാണ്, പാസ് ചെയ്യേണ്ട സാധനമാണ്. അത് ഓരോ ഹസദിലും പോയാൽ പിന്നെ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകാതിരിക്കുമോ? അപ്പൊ അതുകൊണ്ട് മനുഷ്യന് തേയ്മാൻ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ലേ. അസ്വബുറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. 40 വരുന്ന പേശികൾ പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾക്ക് ദേഷ്യം ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പൊ ദേഷ്യം പിടിക്കണില്ലല്ലോ, നിങ്ങളൊക്കെ ഇപ്പൊ നല്ല ഹാപ്പിയിലല്ലേ. ഒരാൾക്ക് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഒരു പൂച്ചക്കുട്ടി മുമ്പോടെ ചാടിയ ഒരൊറ്റ ചവിട്ട ബ്രേക്ക് ഡ്രൈവർ, ആ ബ്രേക്ക് അങ്ങ് ചവിട്ടലോടുകൂടെ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ കുടിച്ചാതെ ഉത്തരക്കണി ഒടുക്കിനെത്തും, മുമ്പ് കണ്ടെത്തും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഗ്ലാസ് കൂടെ ഒക്കെ പോയി മുട്ടി എന്ത് ചെയ്യും, ഗ്ലാസ് ഒക്കെ പൊട്ടി, ഇതൊക്കെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 40 വരുന്ന ഈ ഒരു പേശികൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ ഈ 40 വരുന്ന പേശികൾ പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾക്ക് ദേഷ്യം പിടിക്കുന്നത്. അസ്വബുറു നിസ്ഫുൽ ഈമാൻ. അതുകൊണ്ട് ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഖൽബിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്ത് ഇൻഷാ അല്ലാഹ് റമദാൻ അൽഹംദുലില്ലാഹ് സ്വീകരിക്കണം. മനസ്സിന് എപ്പോഴും വിട്ടുവീഴ്ച ഉണ്ടാകണം. ഒരു കുടുംബ ജീവിതം നന്നായാൽ തന്നെ അൽഹംദുലില്ലാഹ് വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാവും. ഭാര്യയോട്, ഭർത്താക്കന്മാരോട്, അങ്ങനെ മക്കളോടൊക്കെ നല്ല നിലക്ക് ഒരു ചിരിച്ച് നല്ല റാഹത്തോടു കൂടെ അതിനാ ഞാൻ ഒന്നിച്ച് കഴിക്കുക അല്ലേ. നമ്മളെ ഭക്ഷണത്തിന്റെ ബാലൻസ് എത്ര കഴിച്ചിട്ടുണ്ട് ഭാര്യമാര്? എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഭാര്യന്റെ ഭക്ഷണത്തിന്റെ ബേസ്റ്റ് നമ്മൾ തിന്നിട്ടുണ്ടോ? അല്ല, ആലോചിച്ചാൻ പറഞ്ഞതാണ് അല്ലേ. ഇന്നേ കാലം വരെയായിട്ട് ഭാര്യ ഒരു പാത്രത്തിന്റെ സൈഡിലാക്കി വെച്ച ഒരു ഇറച്ചിന്റെ കഷ്ണം നമ്മളെങ്ങനെ മാറ്റി വെച്ച വെസളയോ ഇല്ലെങ്കിൽ എല്ലോ ഒക്കെ എടുത്ത് വെച്ചാൽ ഈ സാധുക്കൾ അത് എടുത്തുണ്ടാകാറില്ലേ, കഴിക്കാറില്ലേ? നമ്മളെപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ കാണൊക്കെ ഒരു കുറച്ചിലാണെന്നാ. ഓൾ എപ്പോഴും നമ്മളെ താഴത്തിങ്ങനെ നിൽക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ല, നമ്മൾ 2 കൂട്ടർ ഒന്നാണ് അല്ലേ. 2 കൂട്ടർ ഒന്നാണ്. അതാണ് നിക്കാഹിലും പറയുന്നത്. അങ്ങനെ തന്നെയാണ്. നിക്കാഹിലും ഇണയാക്കി തുണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പറഞ്ഞ ആ ഒരു സീഗയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്.
കുറച്ചർത്ഥമൊന്നുമില്ലേ? ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെ ആണിന് സൗജി എന്നും പെണ്ണിന് സൗജത്വം എന്നാണ് പറയുന്നത്. ഇവിടെ നിക്കാഹ് കിടക്കുമ്പോൾ രണ്ടും രണ്ടാക്കി പറയുന്നില്ല. ഉസവ്വിജുക സവ്വജതുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ രണ്ടും രണ്ടാക്കി പറയുന്നില്ല. അവിടെ ഉദ്ദേശം രണ്ടും രണ്ടല്ല ഒന്നാണെന്നാണ്. ഉണ്ടാവും അവിടെ ഒരിക്കലും വേർതിരിച്ച് പറയണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇൻഷാ അല്ലാഹ് നമ്മൾ റെഡിയാകുക. ഇന്നെല്ലാവരും ചെന്നിട്ട് ഭാര്യനോട് പൊരുത്തപ്പെടിക്കാം. ഈ വയല് മാണ്ടില്ലേ എന്നിടത്താണ് ചിലവർക്ക് മുഖത്ത് നോക്കിയിട്ട് ഒരു ഈറ അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ? സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കുക, പെണ്ണുങ്ങൾ ഇങ്ങോട്ടും തിരിച്ച് പൊരുത്തപ്പെടിക്കുക. അൽഹംദുലില്ലാഹ്. അപ്പൊ നല്ല റാഹത്താണ്, ഒരു പ്രശ്നം ഉണ്ടാവൂല. പിന്നെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. വലിയ പൊരൊന്നും ഉണ്ടാക്കണ്ട, ചെറിയ പൊര ഉണ്ടാക്കുക. ആ ഉള്ള വരിയിൽ ഒരു എസും വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ പൊര ഉണ്ടാക്കിയിട്ട് 2 ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് ബ്ലാങ്കറ്റും പൊതിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു പ്രശ്നം ഉണ്ടാവൂല. ഇതൊക്കെ അല്ലേ? ചിലവർ 4000 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാക്കും. പൊര കുടിയിരിക്കുക കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു അജയരെ നമ്മളെ ഇന്നലത്തെ കോയിൻ്റെ ബില്ല് ഒരു 3.5 ലക്ഷം ഉണ്ടായിനി. അതിങ്ങനെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ആളിങ്ങനെ വരുന്നത്. പെയിൻറ്റിങ്ങിന് ഇതൊന്നും പെണ്ണെടുത്ത് കൊടുക്കാറില്ല. പിന്നെ എന്ത് മനസ്സമാധാനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക? പിന്നെ കുറച്ചു നേരമൊക്കെ ഒരു അങ്ങനെ ആചാര്യ വിളിച്ചുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ ആചാര്യക്കാണ് വീടും. പിന്നെ സ്റ്റേഷൻ ഒന്നാണ് വേറും. പിന്നെ ഗിയറൊന്ന് സെക്കൻഡ് കിടും. പിന്നെ തേർഡ് കൊടുക്കും. പിന്നെ 4th കിട്ടാൽ പിന്നെ വിഷയം പൂർത്തിയാവും. അപ്പം അതുകൊണ്ട് അവിടെയാണ് പിന്നെ പര വിൽക്കാൻ വെച്ചുകൊള്ളു പറയേണ്ടത്. അതുകൊണ്ട് മനസ്സമാധാനമില്ലാതെ ജീവിക്കരുത്. മനസ്സമാധാനമില്ല, നല്ല സമാധാനത്തോടെ ജീവിക്കണം. ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും ജീവിക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ എവിടെയെങ്കിലൊക്കെ ഇട്ട് കച്ചവടം ലാഭം കേൾക്കുമ്പോഴത്തേന് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് അങ്ങനത്തെ കച്ചവടത്തിലൊന്നും പോയി ഓടിയും പെടരുത്. പൈസ ഉണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ 1000 റുപ്യ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിടാൻ നിൽക്കണ്ട. തലക്കണിൻ്റെ ഉള്ളിൽ വെക്കുക. 100 റുപ്യ ഇങ്ങനെ വലിച്ച ചെമ്പലി വാങ്ങാൻ പൊരിച്ചാൽ തിന്നുക. എന്നാലും കുറേ ദിവസം തിന്നാണ്ടാവും. പക്ഷെ ഇതൊരു 1000 കിട്ടിക്കാണ്ട് 4 മാസം കിട്ടിയാണ് 5-ാമത്തെ ദിവസം അത് നഷ്ടേനെയോലോ തന്നത് പലിശേനെയോലോ ഇതെന്തിനാ കേൾക്കാൻ നിൽക്കണേ? അതിനും കാട്ടുന്നില്ല. ഒന്നിരിക്കും സ്വന്തം കച്ചവടം ചെയ്യുക. എന്നാൽ പിന്നെ പൂണതതാ ഊണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. അടക്ക വാങ്ങിയിട്ട് അതിൻ്റെ ലാഭവും നഷ്ടം നമുക്ക് തന്നെ കാണാൻ കഴിയും. ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക, ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. അങ്ങനെ നല്ല റാഹത്ത്. അത്തരക്കാരാകുന്ന ആളുകൾക്ക് ഇബാദത്തിലും ഖുശൂ ഉണ്ടാവുള്ളൂ. ടെൻഷൻ ഉണ്ടായ ആകൾക്ക് നോമ്പ് വെക്കാനും ഖുശൂ ഉണ്ടാവില്ല, നിസ്കരിക്കാനും ഖുശൂ ഉണ്ടാവില്ല, ഒന്നിനും ഉണ്ടാവില്ല. നിസ്കരിക്കാൻ നിന്നാലും ഇങ്ങനെ കണക്കിങ്ങനെ ഓർമ്മ വരിക. പടച്ചോനെ നാളെ നേരം വെളുക്കും വണ്ടി വരുമ്പോഴത്തേന് 10,000 ഉണ്ടാക്കണം. അതല്ലേ? ഇതൊക്കെ നിസ്കാരത്തിലെ കണക്ക് കൂട്ടുക. പണ്ട് താത്ത പറഞ്ഞാൽ മറന്നാൽ പിന്നെ 2 റക്അത്ത് സുന്നത്ത് സ്കെച്ചാൽ മതി, നമുക്ക് ഓർമ്മ വരുന്നതാണ്. അങ്ങനെ എങ്ങനെ കാട്ടിയിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് സ്കെച്ച് എല്ലാം ഓർമ്മ വരും. ഇതൊക്കെ ഒരു മനുഷ്യന് ക്ലിയർ ആകും വളരെ സമാധാനം. ഞാൻ ഒരു ടെൻഷൻ്റെ പരിപാടിക്കും പോകല്ല. ഇപ്പോൾ സ്ഥാപനം ഉണ്ടാക്കുക പറഞ്ഞാലും അതും ടെൻഷൻ തന്നെയാണ്. ഇതൊക്കെ പാടെ പടച്ചോനായ റബ്ബേ, അതിന് അള്ളാഹു വേറെ ഹിമ്മത്ത് കൊടുക്കണം അല്ലേ? വേറെ ഹിമ്മത്ത് കൊടുക്കാനേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ മർക്കസിൽ ഒരു ദിവസത്തെ ചെലവ് 5 ലക്ഷം റുപ്യാണ്. 5 ലക്ഷം റുപ്യ. മഅദിൽ ഒരു ദിവസത്തെ ചെലവ് 4 ലക്ഷം റുപ്യാണ്. ഇത് ഉണ്ടാക്കാൻ കഴിയുന്നവരെ നമുക്ക് 700 റുപ്യേൻ്റെ കൂലി പണിയെടുത്താൽ തന്നെ എന്തായാലും ഇവിടെ പോറ്റാൻ കഴിയണില്ല. പിന്നെ നമ്മൾ 5 ലക്ഷം റുപ്യ എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ്, അത് ഹിമ്മത്താണത്. അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ പടച്ച റബ്ബ് കൊടുക്കുന്ന വേറെ കുറേ സംഗതികളുണ്ട്. ഇപ്പം എന്നോട് അടുത്തൊരാൾ വിളിച്ചിട്ട് ഉസ്താദേ ഒരു 4 ഏക്കർ സ്ഥലമുണ്ട്, നിങ്ങൾ എടുത്തോളി, ഫ്രീ ആയിട്ട് നിങ്ങൾ സ്ഥാപനം തുടങ്ങിക്കോളി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാണ്, ഒന്ന് മഅദിനോ മർക്കസിനൊക്കെ ഏൽപ്പിച്ചില്ല, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? അതൊക്കെ ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്ന ഒരാൾ കയ്യൂലെങ്കിൽ പിന്നെ അതിനടക്കം ഇന്നെ കൊണ്ട് കയ്യൂല. പിന്നെ ഇപ്പം എന്താ പറയണത്? അതിലിപ്പോൾ നമ്മൾ കുയിന്താട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ അതിനോട് സഹകരിച്ച് കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മൾ സഹകരിച്ച് കൊടുക്കുക. എപ്പോഴും മനസ്സ് ഫ്രീ ആയിട്ട് നിൽക്കുക. അങ്ങനെ നിങ്ങൾ റമദാൻ നോമ്പോറ്റോക്കാണി, ഖുർആൻ ഓതിയോക്കാണി, എല്ലാം ശരിയാവും, എല്ലാം റെഡിയാവും. അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ. ഇപ്പം കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തിമാണോ ഉസ്താദെ? പരീക്ഷയാണ്, പെണ്ണ് വന്നിരിക്കാനുണ്ടാവും അല്ലേ? ഒക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ് ഇവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല മക്കളായി ജീവിക്കണം. ബാപ്പൻ്റെയും ഇമ്മൻ്റെയും ഉസ്താദുമാരെയൊക്കെ പൊരുത്തൊക്കെ വാങ്ങണം. ആ പൊരുത്തൊക്കെ വാങ്ങി അദബുള്ള കുട്ടികളായി മാറണം. അതാണ് ഏറ്റവും വലിയത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എനിക്ക് പഠിച്ചിട്ട് പഠിയണില്ല, ഓർമ്മശക്തി കിട്ടണില്ല, അതിനെന്താ മറുപടി? മരുന്ന് എന്താന്ന് ചോദിച്ചപ്പം അതിന് മറുപടി എന്താ ചോദിച്ചാൽ എന്താണ്? തുർക്കുൽ മആസ്,
തെറ്റ് ചെയ്യാതിരിക്കുക. തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൻദോഷങ്ങൾ ചെയ്യൽ മാത്രമൊന്നുമല്ല, മൊബൈലിൽ ഇങ്ങനെ നോക്കുക, ബാപ്പാൻ്റെ മൊബൈൽ കാണാതെ എടുത്ത് നോക്കുക, അതും തെറ്റ് തന്നെയാണ്. ഇമ്മൻ്റെ മൊബൈൽ കാണാതെ എടുത്ത് കണ്ട് എന്ത് ചെയ്യുക നോക്കുക, അതും തെറ്റ് തന്നെയാണ്. ഇതൊക്കെ തെറ്റ് തന്നെയാണ്. ഇതൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിൽ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇൻഷാ അള്ളാഹ് ഒരു മനുഷ്യന് മനുഷ്യനായി തീരാൻ കഴിയുള്ളൂ. അപ്പൊ എപ്പോഴും അദബും മര്യാദയും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് സുബ്ഹാനല്ലാഹ് പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ പന്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പന്ത് കളിച്ചിരുന്നതിൻ്റെ ഇടയിൽ ഷാഫി ഇമാം ഒരു പന്ത് കണ്ടപ്പോൾ ഇങ്ങോട്ട് എണീറ്റ് നിന്നു. ഇപ്പൊ റമദാനിനോടുള്ള അദബുണ്ട്, ഈ പള്ളിനോടുള്ള അദബുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് അത് വലിയ കാര്യമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം സുബ്ഹാനല്ലാഹ് ഈ പന്ത് കണ്ടപ്പോൾ ചെറുപ്പത്തിൽ എണീറ്റ് നിന്നപ്പോൾ ഷാഫി ഇമാമിനോട്, ചെറിയ കുട്ടിയാണ്, കൂട്ടുകാർ ചോദിച്ചു, ഷാഫി എനിക്ക് ഭ്രാന്ത ചങ്ങായിയെ ഒരു പന്ത് കണ്ടപ്പോൾ എണീറ്റ് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം മറുപടി പറഞ്ഞു, ഞാൻ ഈ പന്തിനെ കണ്ടപ്പോൾ എണീറ്റ് നിൽക്കാനുള്ള കാരണം ഞാൻ എൻ്റെ ഉസ്താദിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഉസ്താദിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉസ്താദിൻ്റെ മോനെ ഞാൻ ബഹുമാനിക്കുന്നു. ഉസ്താദിൻ്റെ മോനെ ഞാൻ ബഹുമാനിക്കുന്നത് മോൻ കളിക്കുന്ന പന്തിനെയും ബഹുമാനിക്കുന്നു. എവിടുത്തെ ബഹുമാനം? ഒരു പന്തിന് കണ്ടപ്പോൾ എണീറ്റ് നിൽക്കാനുള്ള കാരണം ഉസ്താദിനോടുള്ള ബഹുമാനാണ്. ഉസ്താദിന്റെ കുട്ടി കളിക്കുന്ന പന്താണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എണീറ്റ്. ഇതാണ് അദബ്. ഈ അദബ് ഒരാൾക്കുണ്ടായ അൽഹംദുലില്ലാഹ് ഒക്കെ വിജയിച്ചു പോയി, എല്ലാവരും ഉപയോഗിച്ചു പോയി. അതുകൊണ്ട് റമദാൻ വരുമ്പം റമദാനും വരെ പരസ്യമായി ഭക്ഷണം കഴിക്കുക, നോമ്പ് വിൽക്കാതെ, അല്ലേ? ഇപ്പൊ കുറെ ഇനി ഹോട്ടലുകൾ ഇങ്ങനെ വരും, RSB റമദാൻ സ്പെഷ്യൽ, അല്ലേ? ഹോട്ടലുകളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. അതിന്റെ ഡോറ് ബാക്ക് നെയ്ക്കാരോ ഊരിമാർക്കാ ഊരാറ്റ കൂടേണ്ട മാതിരിയാ. എല്ലാ ഹോട്ടൽ ഉണ്ടാക്കണ മുമ്പിലല്ല എല്ലാത്തിനും തുറക്കണേ. ഈ റമദാൻ ഉണ്ടാകണ ഹോട്ടൽ എന്ത് ചെയ്യാണ്, അത് ബാക്കിലാണ് ഡോർ ഉണ്ടാകുക. കാരണം എന്താ? നോമ്പും കള്ളന്മാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾക്ക് ബാക്ക് കൂടെ കിടക്കുക, അപ്പം തന്നെ കാണുന്നത് പസാദാണ്. അപ്പോൾ ഓൽക്കും തിരി ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഒരിക്കൽ അമുസ്ലിമായ ഒരു മനുഷ്യൻ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുകയാണ്. എന്തേ കാരണം? അദ്ദേഹം മകൻ പരിശുദ്ധമായ റമദാനു ശരീഫിൽ പരസ്യമായി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ലിമലം തഹ്ഫദ് ഹുർമത്തൽ മുസ്ലിമീന ഫീ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിൽ മുസ്ലിമീങ്ങളെ ഉർമത്തിനെ മാനിക്കാതെ നീ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് മോനോട് അച്ഛൻ ചോദിച്ചപ്പോൾ അത് കാരണമായി ഒരു അമുസ്ലിമായ ഒരാൾ സ്വർഗത്ത് കടന്നു എന്നാണ് ദവാഇറുൽ ഇഖ്വാൻ ഫീ ശഹ്രി റമദാൻ എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് എപ്പോഴും ആദരവുണ്ടാകണം. ഈ സദസ്സിനോട് ആദരവുണ്ട്, ഈ സദസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹ് പറയുന്ന റമദാനിനോട് ആദരവുണ്ട്. ആ റമദാനിനോട് വളരെ ആദരവോടുകൂടെ നിൽക്കണം. ഒരിക്കലും പരസ്യമായുള്ള ഒരു റൂട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുത്. നമ്മളെ വീട്ടിൽ നല്ല നിലക്ക് നിൽക്കണം, നല്ല റാഹത്ത് നിൽക്കണം. വീട്ടിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ റമദാനൊക്കെ കഴിഞ്ഞ് ഓരോ പത്താകുമ്പോഴും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അൽഹംദുലില്ലാഹ് ഖത്തം തീർക്കാൻ പറ്റുന്നവർ അങ്ങനെ ഓതി. ഒരു 10 കഴിയുമ്പോൾ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു അവസരം. പിന്നെ മഗ്ഫിറത്തിന്റെ 10ആണ്. മഗ്ഫിറത്തിന്റെ 10 റഹ്മത്തിന്റെ 10 കമ്മിയാണ്. ഏതുപോലെ ആധാർ എടുക്കാനും റേഷൻ പീടിയിൽ റേഷൻ കാർഡിൽ പേര് ചേർത്താൻ ഒരു അവസരം ഉണ്ടാവാറുണ്ട്. ആ അവസരത്തിൽ നമ്മൾ ചെന്നാൽ നാട്ടിലുള്ള സ്കൂൾക്ക് ചെന്നാൽ എന്ത് ചെയ്യും കഴിയും. അവസരത്തിൽ അങ്ങോട്ട് പോകാതിരുന്നാലോ പിന്നെ എടുക്കു പോകേണ്ടി വരും, വില്ലേജിക്കോ താലൂക്കൊക്കെ പോകേണ്ടി വരും. പേര് ഏതെങ്കിലും വല്ല കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പം ഇടക്കിടക്ക് എന്താകാറുണ്ട്, പേര് തിരുത്താനുള്ളൊരു അവസരം വരാനുണ്ട്. ആ അവസരത്തിൽ തിരുത്തണം. തിരുത്താതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കു പോകേണ്ടി വരും, താലൂക്കും വില്ലേജിക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഓരോന്നും ഓരോ അവസരമുണ്ട്. ആ അവസരത്തിൽ ചെന്നാൽ അൽഹംദുലില്ലാഹ് അതൊക്കെ ക്ലിയറാണ്. അതുകൊണ്ട് ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. അത് അൽഹംദുലില്ലാഹ് അവിടുന്ന് തിരുത്താനുള്ളത് തിരുത്തി പോകണം. അവിടുന്ന് തിരുത്താതെ മഗ്ഫിറത്തിന്റെ 10ലേക്ക് പോയാൽ അത് താലൂക്കിലേക്കും വില്ലേജിലേക്കും പോകുന്ന പണിയാണ്. അതുകൊണ്ട് മഗ്ഫിറത്തിന്റെ 10ആണ് രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10. അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടുന്ന് ചെയ്യണം. മൂന്നാമത്തെ 10 ഇത്കും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിക്കുന്ന 10ആണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഓരോ മാസങ്ങളിലും ഓരോ 10കളിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എല്ലാ അർത്ഥത്തിലും റമദാനിനെ സ്വീകരിക്കാനും റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനും ഒക്കെയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് ഈ വാർഷികം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ റമദാനിന് മുന്നോടിയായി അൽഹംദുലില്ലാഹ് ഈ പള്ളിയിലെ ശമ്പളം കൊടുക്കാൻ ആർക്കെങ്കിലുമൊക്കെ ചെറിയ പൈസ തരാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് സഹകരിച്ച വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ആടൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? മാഷാ അല്ലാഹ്. ഇവിടെ ആട് ഇഷ്ടം പോലെ ഉണ്ടാവും, തൊടുകൂടെ വിട്ടാൽ പോരെ.
ആടിനെ മാങ്ങാനേ പണിയുള്ളൂ, നോക്കാണ്ട് ആവശ്യമില്ല. ബിസ്മി ചൊല്ലിയാൻ വിട്ടാൽ മതി. റബ്ബറിൻ്റെ എന്നാ നോക്കിയാൽ മതി. ആക്കെ ഉണ്ടായിക്കോളും ഇൻഷാ അല്ലാഹ്. പിന്നെ അൽഹംദുലില്ലാഹ് ഇവിടെ ഇപ്പോൾ 2 കാര്യമാണ്. ആദ്യം ഇവിടെ ഒരു AC വെക്കാനപ്പോൾ പൂതി. ഇന്ന് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് തറാവി നിസ്കരിച്ചാനൊക്കെ നല്ല മട്ടാണ്. ഈ പഴയ കാലത്തെ മാതിരി നായാ നിസ്കരിച്ചാനൊന്നും ആളെ കിട്ടൂല, ചൂട് കൂടിയിട്ടേ. ചിലത് കാണാൻ 8 റക്അത്താകുമ്പോൾ തറാവി നിസ്കരിച്ച് പോകും, ചിലർ 12 പോകും. മുജാഹിദായിട്ടൊന്നുമല്ല ഇപ്പോൾ ചൂട് കൂടി എന്തത്തെ കാറ്റ അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്. തണുപ്പെന്നാൽ ഈ മുജാഹിദ് തന്നെ എവിടെ പോയാൽ മക്കത്ത് മദീനത്ത് പോയാൽ 20 നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഓൽക്ക് അവിടുന്ന് 45 ആയാലും കുഴപ്പമില്ല, കാരണം സെൻട്രൽ AC ആണ്. അതുകൊണ്ടാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓലെ കുറ്റം പറയണമെന്നും കാര്യമില്ല. ഓലൊക്കെ ആദ്യം സുന്യാൾ തന്നെയാണ്, പിന്നെ അതങ്ങനെ ആകുക ചൂട് കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ആരെങ്കിലും ഇപ്പോൾ ഒരു AC തരാൻ പറ്റിയ ഒരാളുണ്ട്. ഇപ്പോൾ ഒരു 30,000 റുപ്യ ആവും. ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പള്ളി അൽഹംദുലില്ലാഹ് നല്ല ഉഷാറാക്കാൻ ആരെങ്കിലും ഒരു 2 AC വേണം. ഇവിടെ ഒരു 60 റുപ്യ ഉണ്ടായി ഇൻഷാ അല്ലാഹ് അത് റെഡിയാവും. അൽഹംദുലില്ലാഹ്. അതിന് മുമ്പ് ശമ്പളത്തിലേക്ക് അൽഹംദുലില്ലാഹ് ഒരു 6 റുപ്യ തന്നാൽ ഒരു മാസം ഒരു 500 റുപ്യ അങ്ങനെ കൊടുത്താൽ മതി. ഒരു 500 റുപ്യ മാസം കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഇമാമിന് ശമ്പളം കൊടുക്കാം. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടോ ഒരാൾ ബിസ്മി ചൊല്ലി ഇൻഷാ അല്ലാഹ് 6 റുപ്യ ഏറ്റ് ഓരോ മാസവും ഇൻഷാ അല്ലാഹ് 500 റുപ്യ അൽഹംദുലില്ലാഹ് ഞാൻ കൊടുത്തോളാം. ഈ പള്ളിയിലെ ഉസ്താദിൻ്റെ ശമ്പളത്തിന് പടച്ചവനെ അത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ഐശ്വര്യം കൊടുക്കണം റഹ്മാനെ. അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 6 റുപ്യ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്ത് മാസം 500 റുപ്യ. കുറേ പൈസ പലതിന് വേണ്ടി ചിലവാക്കുമ്പോൾ ആ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് 500 റുപ്യ ഒരു മാസത്തിൽ ഇൻഷാ അല്ലാഹ് തരാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ട് ഈ സദസ്സിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്. ഉണ്ടോ? അല്ലാഹ് ആരുമില്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരാൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. പടച്ചവനെ ആ കൂട്ടുകാരന് പടച്ചവനെ ഇവിടുന്ന് ഒരു 6000 ഏറ്റെടുത്തെങ്കിൽ ഈ വർഷത്തിൽ ധാരാളം 6000 അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ആൾ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 6000 റുപ്യ ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾ 500 റുപ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാസം കൊടുത്ത് ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ഉണ്ടോ? രണ്ടാമത്തെ ആൾ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അൽഹംദുലില്ലാഹ്. ഒരുപാട് പൈസ പലതിനു വേണ്ടി ചിലവാക്കണ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഉണ്ടോ? 6000 റുപ്യ ഒരാളും കൂടി തരാൻ പറ്റില്ലുണ്ടോ? ബിസ്മില്ലാഹ്. ഇടങ്ങേറൊന്നാണ്ട. അൽഹംദുലില്ലാഹ്. തന്നാൽ വലിയ സന്തോഷമാണ്. ഇതൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളെ കൂടെ നമ്മൾ സഹകരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഖൈറാണല്ലോ. അൽഹംദുലില്ലാഹ്. ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ്. ഇത് എത്രയും വെള്ളി തുടങ്ങിയിട്ട് 1 കൊല്ലമായി. ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? അതിൽ പിന്നെ കോവിഡ് തന്നെയാണ്, അത് പറഞ്ഞാൽ ശമ്പളം കൊടുക്കും വേണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. എന്നാൽ പകുതി പറഞ്ഞോളി. 3000 റുപ്യ 2 ആൾ കൂടുമ്പോൾ എന്നാൽ ചെറിയ പൈസ 250 റുപ്യ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്. ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ ഒരു 3000 തരാൻ പറ്റിയ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടോ? ഒരു കൊല്ലത്തിൽ 3000 ഏറ്റെടുത്തിട്ട് 250 റുപ്യ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിക്ക് തരാൻ പറ്റിയ ആളുകൾ ഉണ്ടോ ഇവിടെ ആരെങ്കിലും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരും ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു 3000 റുപ്യ അൽഹംദുലില്ലാഹ്. ഉണ്ടോ? അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ വേഗം നിർത്താം. ഇൻഷാ അല്ലാഹ്. ആരുമില്ലേ? എന്നോടിത് പറഞ്ഞിട്ടൊന്നും ചോദിക്കല്ലേട്ടെ. ഞാൻ എന്നോട് ഇപ്പോൾ ഒരു ആട് വേണമെന്നാണ് പറഞ്ഞത്. ആടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നോളൂ എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ട്? അൽഹംദുലില്ലാഹ്. എനിക്കിങ്ങനെ ഇടങ്ങേറുള്ളൊരു പള്ളി ഞാൻ തോന്നിയപ്പോൾ ചോദിച്ചതാണ്. ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ പറഞ്ഞു. ഒരു 3000 റുപ്യ തരാൻ പറ്റുന്ന ആൾ ഉണ്ടോ? അല്ലാഹ്. ആരും ഇല്ലാത്തുള്ള തന്നെ ഒക്കെ മിസ്കിന്മാർ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇൻഷാല്ലേ. എന്നാൽ 2000 റുപ്യ പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ്. 2000 റുപ്യ ഒരു കൊല്ലത്തിലാണ് 2000 വേണം. 3 ആൾ കൂടുമ്പോൾ 6 റുപ്യ ആവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ട്? ഇൻഷാ അല്ലാഹ്. അല്ലാഹ്. ഒരു 2000 റുപ്യ അൽഹംദുലില്ലാഹ് തരാൻ പറ്റുന്ന ആരും ഇല്ലേ? സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. نظمت المدح يا الله بعون منك يا الله رجوت الفضل يا الله بجاه شيخ أجمير
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ബിമന്നിക റബ്ബി ഫഗ്ഫിർ ലി ذنوبിൽ عيب واستر لي أطل في الخير هاجالي بجاه شيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്.